വിവരങ്ങളുമായി അരുൺ ശങ്കർ ചേരുന്നുണ്ട് തത്സമയം. അരുൺ, ഏറ്റവും പുതിയ വിവരം എന്താണ് ആശുപത്രിയിൽ നിന്നും നമുക്കിപ്പോൾ ലഭ്യമാവുന്നത്? 11 മണിയോടുകൂടിയാണ് ഉമാ തോമസിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുള്ള മെഡിക്കൽ ബുള്ളറ്റിൻ റെനെ മെഡിസിറ്റി പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിൽ ആശാവഹമായിട്ടുള്ള കാര്യങ്ങളാണ് പങ്കുവച്ചിരിക്കുന്നത്. ഇന്നലെ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു ഉമാ തോമസിനെ ആശുപത്രിയിൽ കൊണ്ടുവന്നത്. ആ അവസ്ഥയ്ക്ക് ചെറിയ മാറ്റമുണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. പ്രധാനമായിട്ടും പരിഹരിക്കേണ്ട പ്രശ്നമെന്ന് പറയുന്നത് ശ്വാസകോശത്തിന്റെ പരിക്കാണ്. ശ്വാസകോശത്തിൽ രക്തം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതോടൊപ്പം തന്നെ വാരിയിൽ പൊട്ടി ചതഞ്ഞ അവസ്ഥയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻ ഉണ്ടാകാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോകണം. അതിനുവേണ്ടി ആൻറ്റിബയോട്ടിക്കുകൾ ഉൾപ്പെടെ നൽകുന്നുണ്ട്. ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി, അതായത് ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനം സാധാരണ നിലയിലാക്കുക എന്നുള്ളതിനാണ് പ്രാഥമിക പരിഗണന നൽകുന്നത്. അതിനുശേഷമാണ് തലച്ചോറിലേറ്റ പരുക്കും അതോടൊപ്പം തന്നെ നട്ടലിനേറ്റ പരുക്കും സംബന്ധിച്ചുള്ള ചികിത്സ തുടങ്ങാൻ കഴിയൂ. തലച്ചോറിൻ്റെ പരുക്ക് ഗുരുതരമായിട്ടില്ല എന്നുള്ളത് വളരെ ആശ്വാസകരമാണ്. നേരത്തെ ഡോക്ടർമാർ പറഞ്ഞതുപോലെ തന്നെ സാധാരണഗതിയിൽ ഇങ്ങനെ പരുക്ക് പറ്റുന്നവർക്ക് രണ്ടാമത്തെ ദിവസം അത് ഗുരുതരമാകാനുള്ള സാധ്യതയാണ് കൂടുതൽ. പക്ഷേ ഉമാ തോമസിന്റെ കാര്യത്തിൽ തലയ്ക്കേറ്റ പരുക്ക് കൂടുതൽ ഗുരുതരമായില്ല എന്നുള്ളത് പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. അതോടൊപ്പം തന്നെ നട്ടലിനേറ്റ പരുക്ക് സംബന്ധിച്ചുള്ള അടിയന്തര ചികിത്സയൊന്നും വേണ്ടതില്ല എന്നുള്ളതാണ് നിലവിൽ തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത്. CT സ്കാൻ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ടാണ് മെഡിക്കൽ ബോർഡ് സംഘം ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയുള്ള മണിക്കൂർ വളരെ പ്രധാനപ്പെട്ടതാണ് ശ്വാസകോശത്തെ സംബന്ധിച്ച്. ആ ശ്വാസകോശത്തിന്റെ പ്രവർത്തനം സാധാരണ നിലയിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ സ്റ്റെബിലൈസ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ മറ്റ് ചികിത്സയിലേക്ക് കൂടി കടക്കാൻ കഴിയും. അങ്ങനെ ഈ അപകടനില തരണം ചെയ്യുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. നിലവിൽ അപകടനില തരണം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഡോക്ടർമാർ പറയുന്നതെങ്കിൽ പോലും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അതായത് ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് ഡോക്ടർമാർ ചികിത്സയുമായി മുന്നോട്ട് പോകുന്നത്. ശരി അരുൺ.